ഹായ്, നമ്മൾ ഇന്ന് അഗെയിൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. പക്ഷെ എന്നത്തെ പോലെ നമ്മളല്ല കുക്ക് ചെയ്യുന്നത്, നമ്മൾ കുക്ക് ചെയ്യുന്ന അതെ ഇന്ന് നല്ല അടിപൊളി സാധനമാണ് ഉണ്ടാക്കണത്. അത് എത്രത്തോളം എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും പേര് ഒറോട്ടി എന്നാണ് എൻ്റെ പേര്. ഒറോട്ടി എന്നാണ് ആ സാധനത്തിൻ്റെ പേര്. നല്ല അടിപൊളി സംഭവമാണ്. പണ്ട് ഞങ്ങൾക്ക് മുത്തശ്ശിയൊക്കെ ഉള്ളപ്പോൾ ഉണ്ടാക്കി തരാറുണ്ടായിരുന്ന. അപ്പോൾ ഇന്ന് അമ്മ സംഭവം റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോയാലോ? കുഴപ്പമില്ല ഡ്രസ്സാ, പക്ഷെ രണ്ട് എന്താ. അപ്പോൾ അമ്മയാണ് ഇന്നത്തെ കുക്കമ്മ, കുക്ക് സ്വാതി, പിന്നെ കുക്ക് ഞാനും. അപ്പൊ ഇന്നത്തെ പറയാമ എന്തൊക്കെയാ ഇന്നത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻസ്? ഞാൻ വീഡിയോകളിലൊക്കെ ഇങ്ങനെ കണ്ണൂര് ഒറോട്ടി എന്നൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആ ഒറോട്ടി ഒന്നും അല്ല നമ്മുടെ ഒറോട്ടി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒറോട്ടിയാണ്. എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ്. അമ്മ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ളത്. അതിന് വേണ്ട സാധനങ്ങളാണ് അരിപ്പൊടി പ്രധാനമായിട്ടും, പിന്നെ ഉഴുന്ന് വറുത്ത് പൊടിച്ച് ചേർക്കാം. അല്ലാത്തവർ എളുപ്പത്തിന് ചെയ്യുന്നതാണ് പപ്പടം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. അതതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. ഈ നാളികേരത്തിൻ്റെ കൂട്ടത്തിൽ ഈ കുരുമുളകും വറ്റൽമുളകും ചേർത്ത് അരച്ച് ഇത്തിരി കായപ്പൊടിയും കൂടെ കൂട്ടും. അതിനുശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് ഈ മാവൊക്കെ കൂടെ കുഴച്ച് റെഡിയാക്കി എടുക്കും. പിന്നെ ഈ മാവ് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം കാണാം. അപ്പൊ നമുക്ക് അതിന്റെ പരുവം എങ്ങനെയാണ് കാണാം അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പൊ ആദ്യം തന്നെ ഇപ്പൊ എന്താ ചെയ്യണേ? നമ്മൾ നാളികേരം വറ്റൽമുളകും കുരുമുളകും കൂട്ടി അരച്ചെടുക്കാൻ പോവാണ്. ചമ്മന്തി പരുവാക്കാൻ പോകല്ലേ? അതൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇതൊന്ന് നാളികേരൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കണം. ഓക്കെ. പാപ്പിയുടെ ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് എങ്ങനെ നോക്കി കാണുന്നു? ഇതിനെ കഴിച്ചിട്ടുണ്ടോ നീ ഒറോട്ടി? ഫസ്റ്റ് ടൈം ഒറോട്ടി കഴിക്കാൻ പോണല്ലേ? കേട്ടിട്ട് പോയില്ലേ? എന്താണ് കേൾക്കണേ? ഓക്കെ. എക്സൈറ്റഡ് ആണ്. ഓക്കെ. നമുക്ക് ആദ്യം തന്നെ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം. ഓക്കെ. നന്നായിട്ട് അരഞ്ഞെടുത്തല്ലേ? അരഞ്ഞു വന്നല്ലേ? അരഞ്ഞിട്ടുണ്ട് ഒരുവിധം നന്നായിട്ട്. അത്ര നല്ല അരയ്ക്കണമെന്നൊന്നുമില്ല. ഇതെല്ലാം കൂടി ഒന്ന് കുരുമുളകൊക്കെ നമ്മൾ നല്ല കുരുമുളക് ഇടുക. കുരുമുളക് പൊടിയൊന്നുമല്ല യൂസ് ചെയ്തിരിക്കും. ഇത് മുഴുവനായിട്ട് നമ്മളിത് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം കേട്ടാ നന്നായിട്ട്. പപ്പടം വെള്ളത്തിലിട്ടിരുന്നത് നല്ല കണ്ട. അപ്പൊ ഉഴുന്നാണല്ലോ, ഉഴുന്ന് പൊടിച്ച് വറുത്തൊക്കെ പൊടിക്കുന്നേക്കാളും എളുപ്പം പപ്പടവും പപ്പടക്കാരവും കൂടി ഉള്ളപ്പോ നല്ലോണം പൊളച്ച് വരും. എളുപ്പപ്പണി. ഇനി അരിപ്പൊടി ഇട്ടോളൂ. ഇങ്ങനെ ഇടട്ടെ? ഇല്ല. അരച്ച് വെച്ചേക്കണത് കുരുമുളകും നാളികേരവും പച്ചമുളക് കൂടി അരച്ചത്. അതിന് വെള്ളം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കഴുകിയിട്ട് കളയാതെ ഇതിനകത്തേക്ക് കഴിക്കാം. മഞ്ഞപ്പൊടി ഇടും, മഞ്ഞപ്പൊടി മുളക് പൊടി. നല്ലോണം ഇട്ടോളൂ. മതി. ഇത്തിരിയും കൂടെ ഒരു തരി ഒരു പൊടിക്കും കൂടെ വേണം കിട്ടും. മുളക് പൊടി ഇടും. ഇട്ടോളൂ. മതി. കായപ്പൊടി
ഉപ്പിടും, അത് കായപ്പൊടി കുറച്ചിട്ട്. നല്ല മണം വരുന്നില്ലേ കായപ്പൊടി. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. എന്തായാലും ഇത് മതിയാവില്ല ഉപ്പ്. വെള്ളം ഇട്ടു ഇനി നമുക്ക് മിക്സ് ചെയ്യാം അല്ലേ? മിക്സിംഗ് അല്ലേ? മിക്സിംഗ് ആണ്. മുളകൊക്കെ ഉള്ള കാരണം കൈ ചിലപ്പോ ഒന്ന് നീറും. കൈ നീറുന്നുണ്ടെന്ന് തോന്നുന്നു. അത് കഴുകി വയ്ക്കാം. അടപ്പ് കഴുകിക്കോളും. ഞാൻ മിക്സ് ചെയ്യാം അല്ലേ മൊത്തത്തില്? ഓക്കെ, പിന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കാണാം. ഒറോട്ടി കാണാം നീ. ഒറോട്ടി അമ്പടാ. എന്നാ ഞങ്ങളൊന്ന് ഒറോട്ടി തിന്നിട്ട് വേണമെന്നല്ലേ? ഒട്ടും വെള്ളം പാടില്ലായിരുന്നു. ഉഡായ്പ പണികൾ ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. വെള്ളം കൂടിപ്പോയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ വീണ്ടും ഇവിടെ ഇരിക്കാൻ അരിപ്പൊടി ഇട്ടോണ്ടിരിക്കുക. എന്നോട് പറഞ്ഞ വീഡിയോ എടുക്കുന്നത് തന്നെ ഞാൻ വീഡിയോ എടുക്കും. അതാണ് എനിക്കിന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാരും നമ്മള് ജെന്യൂനിറ്റി കീപ്പ് ചെയ്യണം അല്ലേ? അല്ലേ അല്ലേ? പക്ഷെ ഞാനത് കാണിക്കുന്നത് നല്ലൊരു കാര്യല്ലേ? നല്ല മുഖത്തിയുള്ള അതാണ് എന്ത് ചെയ്യാനാ. തോർത്ത് പറഞ്ഞ മുറത്ത് തോർത്തൊക്കെ സെറ്റ് ചെയ്തല്ലോ. എന്താ പരിപാടി അതില്? നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, മാവ് കണ്ടോ ഈ ഒരു പരുവത്തിലിരിക്കുന്നുണ്ട്. ഇനി നിങ്ങളൊക്കെ വിചാരിക്കണ്ടാവും എന്തിനാണ് ഈ തോർത്തെന്ന്. തോർത്തുമുണ്ട് ഒരു നിർബന്ധമില്ല. അത് ഞാൻ കോടി തോർത്തുമുണ്ടാണ് എടുത്തിരിക്കുന്നത്. കോടി ഇളക്കിയത് പോലത്തെ തോർത്തുമുണ്ട്. മീൻസ് പുതിയ തോർത്തുമുണ്ടാണെന്ന് അർത്ഥം. പുതിയതാണ് എടുത്തിരിക്കുന്നത്. ആ തോർത്തുമുണ്ടിലാണ് നമ്മളിത് ഓ ഷേപ്പിൽ നമ്മളിവിടെ പരത്തി ഉണ്ടാക്കും. ഇനി ഈ തോർത്തുമുണ്ട് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വാഴയില വെട്ടിയിട്ട് അതൊന്ന് വാട്ടി അതുമേലെ എണ്ണ പരട്ടിയിട്ട് അതിലുണ്ടാക്കിയാലും മതി. ആണോ? ഓക്കെ, അങ്ങനെയായാലും കുഴപ്പമില്ല. എന്നാ പരത്തു അവിടെ. അപ്പൊ നമ്മൾ ഇതിങ്ങനെയാണ് പരത്തണത്. സെറ്റ് കട്ട്ലറ്റ് പോലെ പരത്തി ഓ ഷേപ്പിൽ പരത്തി കനം കുറച്ച് പരത്തണം. അപ്പോഴാണ് നല്ലോണം പൊളച്ച് വരുള്ളൂ. ഇത് നല്ലോണം പൊളയ്ക്കും. കാര്യം ഇതിനകത്ത് അത്യാവശ്യം നല്ലോണം ഞാൻ പപ്പടം കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഓ ഷേപ്പിൽ പരത്തി നമ്മൾ പക്കാവടയൊക്കെ ഉണ്ടാക്കണ പോലെ വെളിച്ചെണ്ണയിലിട്ട് എടുക്കണത് കൊണ്ട് ആണ് ഇതിന് ഒറോട്ടിന്ന് വരുന്നത്. നടുക്ക് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരു തമ്പ് ഓരോരോ പേരുകളിലെ ഉത്ഭവങ്ങളെ പതുക്കെ വെള്ളം തൊട്ടാൽ ഇതിങ്ങനെ ആവും കേട്ടാ. ഇതാണ് അപ്പൊ ഒറോട്ടി അല്ല, എന്താണ് ഓറൊട്ടി? ഒറോട്ടി എന്നാണ് ഞങ്ങളൊക്കെ നാട്ടിൻപുറത്തുകാര് പറയാ. ഇതിങ്ങനെ ഞങ്ങള് നിറച്ച് പരത്തി ഉണ്ടാക്കും. അങ്ങോട്ട് വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കും. ഇനി വറുത്തെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടാക്കിട്ട് അതെന്താ കയ്യിന്ന് പോണില്ല. എങ്ങനെ ഉണ്ടാക്കിയ ഇതൊക്കെ ഇട്ട് അരിപ്പൊടി ഇട്ടില്ലേ? അയ്യോ അതിലെന്താണെന്ന് പറഞ്ഞില്ലേ? ആരോ എന്താ ഇതുണ്ടാക്കിയ കഥ പറയാണല്ലേ? മുത്തശ്ശി പറഞ്ഞാട് തോന്നുന്നുണ്ട് അരിപ്പൊടി ഇടാൻ മാത്രം പറയാൻ മറന്നു പോയിന്നല്ലേ? എന്നിട്ട് എന്താണ്ടായത്? ഉണ്ടാക്കി അപ്പൊ പോയില്ല. അതല്ല ഒട്ടി പിടിച്ചു. എന്തൊക്കെയാണ് കാര്യങ്ങൾ. ഇത്രത്തോളമായി ഗൈസ് പരത്തിയിട്ട്. പാപ്പിയുടെ മൂക്കിലെ മൂക്കുത്തി പോലെ വട്ടത്തിൽ കിടക്കുന്ന ചന്ദ്രബിംബം. എന്താ തിന്നല്ലേ? അപ്പൊ ഇതിങ്ങനെ ഗൈസ്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ വട്ടത്തിൽ വറുത്ത് ഇടുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട്. വീഡിയോ എടുക്കാതെ വെളിച്ചെണ്ണ ഇങ്ങനെ വീഡിയോ എടുക്കണ്ടേ? വെളിച്ചെണ്ണ നമ്മളെല്ലാം ഒഴിച്ചു അയച്ചിട്ടാ. ഞാൻ ഉരുളിയൊന്നല്ല ചേട്ടന, ഇന്റാലിയം ചീനിച്ചട്ടിയാണ് കേട്ടോ ചേട്ടന.
Intagliam. This is Intagliam. Intagliam means? Italian means Italian. Okay, Italian chatti. Yeah, chatti, chin chatti. Italian ചീനച്ചട്ടിയിൽ നമ്മൾ ഇതാക്കി ഇനി നമ്മൾ ഇതിട്ട് വറക്കും ആയിരിക്കണം. വറക്കും ഗൈസ്, നമ്മൾ പൊരിക്കും. അതെ, നമ്മൾ പൊരിക്കും. എവിടെ? ഓ ഗായ്സ് നോക്കൂ, പപ്പടം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് പപ്പടം പോലെ ആക്കി. ഇതാണ് ഒറോട്ടി. ഒറോട്ടി ഒറോട്ടി ആയി തിളച്ചാൽ Nada mais. Need workate guys. മാർക്കറ്റെ ഗായ്സ്. Guys. ഒറോട്ടി ദേ ഇങ്ങനെ ഇത് പൊറോട്ടിയുടെ നടുക്കൊരു തോളയിൽ വന്നത് എങ്ങനെയാ? ഞാൻ തോളയിലുള്ളത് വട റൊട്ടി, വട ഒറോട്ടി. ഇങ്ങനെയും ഉണ്ടാക്കാം, അങ്ങനെ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവാ? ഉഴുന്നുവട പോലെ കഴിച്ച് നോക്കിട്ട് പറയാം. അല്ല, ഓറോട്ടിക്ക് ഓയ്ക്ക് നടുക്കില് ഓട്ട ഉണ്ടാവും, അതാരണം ഇരിക്കില്ല മറ്റേ ഓന്ന് എഴുതുമ്പോ. ഓ ഓ എന്ത് ഇവിടെ ഒരാൾ പരത്തുന്നു, വീണ്ടും പരത്തൽ ഡ്യൂട്ടീസ് ചേഞ്ച്ഡ്. പാപ്പിക്ക് എന്താണ് പറയാനുള്ളത്? പാപ്പിക്ക് എന്താണ് പറയാനുള്ളത്? കുഴപ്പമില്ല, കറക്റ്റാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എങ്ങനെയുണ്ട് പരത്തിയിട്ട്? കൊള്ളാല്ലേ? അപ്പൊ നീ ബാക്കി പരത്തിക്കോ ഫുള്ള്. അവിടെ ഞാൻ അരിയുന്നു, ഇവിടെ ഞാൻ പരത്തുന്നു, അരിയുന്നു, പരത്തുന്നു, പരത്തുന്നു, അരിയുന്നു. ഇതിനൊക്കെ നാക്കുണ്ട് ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടായി പരന്നു വരുന്നത്. ഇത്രയും പൊറോട്ടി ഞാനാണ് പരത്തിയത്. പിന്നെയാണോ അമ്പടാ വറുത്ത് കോരി എടുക്കാൻ. ഞാൻ ഉണ്ടാക്കിയ പൊറോട്ടിയാണ് ഞാൻ ഭംഗിയത്. അതെ അതെ. ഓ സോ യമ്മി അല്ലേ? കഴിച്ചില്ലല്ലോ, കഴിക്കാൻ പോണല്ലോ. ഹായ്, അപ്പൊ നമ്മള് ഒറോട്ടി ഉണ്ടാക്കി നമ്മൾ റെഡി ആയിരിക്കാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഒറോട്ടിക്കുന്ന ഒരാളുടെ എക്സ്പ്രഷൻ കണ്ടാലോ? ഓക്കെ, കഴിക്കൂ. നല്ല ഗുണ്ടുമണിയായിട്ടിരിക്കുന്നു. പപ്പടം നല്ലതായിരുന്നു അല്ലേ? പപ്പടം നല്ലോണം കൂട്ടിയിരുന്നു. പൊളച്ചും കടിച്ചപ്പോ സ്മെല്ല് വരുന്ന സ്പൈസി അല്ലേ? നല്ലോണം കുരുമുളകൊക്കെ നല്ല ടേസ്റ്റ്. എങ്ങനെയുണ്ട്? എന്താണ് അഭിപ്രായം? ഫസ്റ്റ് ടൈം ഒറോട്ടി എക്സ്പീരിയൻസ്? അതെ, എല്ലാരും ഈ റെസിപ്പി നോക്കി ട്രൈ ചെയ്യും. ഇത് നല്ല അടിപൊളി സാധനം കേട്ടോ. എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് മുത്തശ്ശിനാകണ അതേ കൈപ്പുണ്യം, അതേ ടേസ്റ്റ്. മുത്തശ്ശിയുടെ മോളല്ലേ ഞാൻ? അല്ല, അപ്പോ നമുക്കത് കഴിക്കാം. അപ്പൊ നമ്മൾ ഒറോട്ടിയൊക്കെ കഴിച്ച് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളി സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ ഒരു ഒറോട്ടി വീഡിയോ നല്ലായിരുന്നു. ഒറോട്ടി കഴിച്ച് അപ്പോൾ നമുക്ക് ബായ്.